2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഇരിക്കുന്നത് ഏബൽ ബിജു എന്ന് പറയുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥിക്കൊപ്പമാണ്. .710 ഈ വിദ്യാർത്ഥി കരസ്ഥമാക്കിയ സ്കോർ എന്ന് പറയുന്നത്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ വിദ്യാർത്ഥിക്കൊപ്പം ഞാൻ ഇരിക്കുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതി ഒരു സുപ്രധാനമായ രേഖ പുറപ്പെടുവിക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ എന്ന രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് എന്നുള്ള ഒരു രേഖ സുപ്രീം കോടതി പുറത്തുവിട്ടു. അതിൽ കേരളം 3ാം സ്ഥാനത്തേക്ക് എത്തുകയും കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം 700 മുകളിൽ സ്കോർ ചെയ്തത് കോട്ടയം എന്ന് പറയുന്ന പട്ടണത്തിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളൊരു രേഖയാണ് പുറത്തു വന്നത്. അതിൽ തന്നെ നമുക്കറിയാം, 41 വർഷമായി വിജയഗാഥ തുടരുന്ന ബെർലിൻ സ്റ്റഡി സെന്ററാണ് ഏറ്റവും മുൻപന്തിയിൽ. ബെർലിൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിലൊരാൾ 710 എന്ന സ്കോറോടെ ഏറെ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഒരാളാണ് ഏബൽ ബിജു. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഏബലിനോട് ചോദിച്ചറിയാനുണ്ട്. 2024 നമുക്കറിയാം, ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കൊക്കെ നമ്മുടെ നീറ്റ് വിധേയമാവേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളൊക്കെ വളരെ ടെൻഷനോടുകൂടി കടന്നു പോയിരുന്ന ആളാണ്. ആ ഒരു സമയത്തും മോൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. കാരണം മോൻ ഫസ്റ്റ് ടൈം, അതായത് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുൻപ് മോന്റെ സ്കോർ 715 ആയിരുന്നു അല്ലെ. അപ്പൊ അത് 710 എത്തിയിരിക്കുകയാണ്. ഏറ്റവും മോശമായ സ്കോറാണ് അല്ലെ. കാരണം ആദ്യം ശരിയെന്ന് സുപ്രീം കോടതി തന്നെ, അല്ലെങ്കിൽ മറ്റേ NTA ഒക്കെ അംഗീകരിച്ച അതേ കാര്യം തന്നെ ഒരു ഒറ്റ ചോദ്യത്തിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ മാറ്റം മാത്രമാണ്. എങ്കിലും 710 എന്ന് പറയുന്നത് വലിയൊരു സ്കോർ തന്നെയാണ്. ഏറെ അഭിമാനമുണ്ട് അല്ലെ. ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഫൈനലി ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കണം. എന്ത് തോന്നിയിരുന്നു? സന്തോഷം, വളരെ സന്തോഷമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ, റാങ്കുകൾ അറിഞ്ഞപ്പോൾ. 710 ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലെ. ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് മോൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? മോൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമും ആ ഒരു സമയത്ത് എനിക്കൊന്ന് +1 +2 ഒപ്പമല്ലായിരുന്നു മോൻ ബെർലിൻ്റെ കോച്ചിങ് കൂടെ കൊണ്ട് നടന്നിരുന്നത് അല്ലെ. അപ്പോൾ +1 +2 ബെർലിനൊപ്പം ഭാഗമായതിനെ തുടർന്ന് മോൻ ഉണ്ടായ കുറച്ച് ഗുണങ്ങളൊക്കെ പറയാം. അതായത് ഇൻ ദ സെൻസ് സ്കൂൾ ലൈഫിലും അതുപോലെ തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട്. +1 +2 ഈ ബെർലിൻ്റെ കോച്ചിങ് പഠിക്കുമ്പോൾ അത് ബോർഡ് എക്സാമിനും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ മോസ്റ്റ്ലി നീറ്റ് ഫോക്കസ്ഡ് ആയിട്ടാണ് ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഇത് എനിക്ക് ബോർഡ് എക്സാമിലും നല്ല മാർക്ക് നേടാൻ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ +2 മുന്നേ എത്ര മാർക്ക്? 96% എനിക്ക് മേടിക്കാൻ ഈ വർഷം. ഓക്കെ, അപ്പൊ +2 നല്ലൊരു പെർഫോം കാഴ്ചവെച്ചൊരു വിദ്യാർത്ഥിയാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ നീറ്റിന് 710 എന്ന് പറയുന്ന സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചു. ശരിക്കും അതൊരു വലിയൊരു അഭിമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ബെർലിൻ സ്റ്റഡി സെന്ററിൽ നിന്നാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ 700 മുകളിൽ കരസ്ഥമാക്കി രാജ്യാന്തര തലത്തിൽ തന്നെ ബെർലിൻ സ്റ്റഡി സെന്ററിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അത് ബെർലിൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന ഒരു മൊമെന്റ് ആണ്. ഇപ്പോൾ മോന്റെ പേരൻസ് തന്നെ മോണിലൂടെ അറിയപ്പെടുമ്പോൾ, ഞങ്ങൾ ബ്രില്യൻ ഫാമിലിക്ക് നിങ്ങൾ വിദ്യാർത്ഥികളിലൂടെയാണ് ഞങ്ങൾ ഇത്ര വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, നിങ്ങളെപ്പോലുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ വഴി. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു 710 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പഠിച്ച രീതികളൊക്കെ ഒന്ന് പറയാം. ഞാൻ മോസ്റ്റ്ലി ബ്രില്യന്റ് നോട്ട്സ് ഫോക്കസ് ചെയ്തത് +1 പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ +2 ആയപ്പോഴാണ് കുറച്ചുകൂടെ ഈ NCERT ഫോക്കസ്ഡ് ആയി പഠിക്കാൻ തുടങ്ങി. കാരണം എക്സാംസിലൊക്കെ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു മാർക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നിട്ട് പിന്നെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. രാജ്യത്തിന് അഭിമാനമായ വിദ്യാർത്ഥികളാണ്. ഏറെ സന്തോഷത്തോടുകൂടിയിട്ടാണ് മോനൊപ്പം നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബ്രില്യൻ ഫാമിലി ഒപ്പം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളിലൊക്കെ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവരുടെ പേരൻസും ഒക്കെ വളരെ താങ്ക്ഫുൾ ആണ് ബ്രില്യന്റിനോട്. അപ്പൊ മോൻ എന്താണ് ഈ ഒരു നിമിഷം ബ്രില്യൻ ഫാമിലിയോട് പറയുന്നത്? എങ്ങനെയാ എക്സാം എഴുതണ്ടേ, എങ്ങനെയാ പഠിക്കണ്ടേ, അതിലെല്ലാം മനസ്സിലാക്കാൻ ബ്രില്യന്റ് ടീച്ചേഴ്സും എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി എന്റെ ക്ലാസ് ടീച്ചർ എൽസബത്ത് മിസ്സിനോടും ഞങ്ങളുടെ കോർഡിനേറ്റർ ബിജു സാറിനോടും താങ്ക്സ് പറയണം. ഇവർക്ക് മോനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ബ്രില്യൻ ഫാമിലി. അവരോടെല്ലാം മോൻ ഒരുപാട് താങ്ക്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ മോനെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. മോനെ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്ട്, ഈസി ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടാവണം. അത് രണ്ടുപേരായിരുന്നു. എനിക്ക് മോസ്റ്റ്ലി കെമിസ്ട്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത്. യൂണിറ്റ് എക്സാം സത്യം പറഞ്ഞാൽ അത് കുറച്ചുകൂടെ മാർക്ക് റാങ്ക് കിട്ടുന്നത് കെമിസ്ട്രിക്കായിരുന്നു. പക്ഷേ ഏറ്റവും പാട് പക്ഷേ അതായിട്ട് പാടാറുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് എഫോർട്ട് ഇട്ട് പഠിച്ചു.
അല്ലെ? അതുകൊണ്ടല്ലേ കിട്ടിയ? അതുകൊണ്ട് പോകെ അത് കുറെ കൂടി ഈസി ആയിട്ട് വന്നു. ഞാനൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമ്മുടെ മോഡൽ എക്സാമുകളുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി എക്സാമുകളൊക്കെ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരൊരു പക്ഷേ കുറച്ച് മാർക്കിന്റെ കാര്യത്തിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ടെൻഷൻ അടിക്കും. മൂലം ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, ഒരു ടെൻഷൻ പീരീഡ് ഒക്കെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും മോനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ചില മാർക്കൊക്കെ കുറയുമ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ശരിക്കും മോനെ എന്താ ചെയ്യുന്നുണ്ട്? ഞാൻ സമയം അത് ടെൻഷൻ അടിക്കാതിരിക്കാൻ നോക്കുക. മാക്സിമം ടീച്ചേഴ്സും വളരെ സപ്പോർട്ടീവായിരുന്നു, മോട്ടിവേറ്റ് ചെയ്യാതെ. ഇങ്ങനെ ഈ മാർക്ക് കുറഞ്ഞാലും അതിനെ കുറിച്ച് വെറി ചെയ്യാതെ പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് തെറ്റിയ ഉത്തരങ്ങളൊക്കെ പരാവർത്തി നമ്മൾ ചെയ്ത് അല്ലെ, അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു? അങ്ങനെ തുടക്കത്തിൽ ചെയ്തില്ലായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ കോർഡിനേറ്റർ ബിജു സാർ അങ്ങനെ എല്ലാവരോടും ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങി. ഒരു നോട്ട്ബുക്കിൽ ഈ എക്സാമിലെല്ലാം തെറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതിന്റെ എക്സ്പ്ലനേഷനും എല്ലാം എഴുതി വെക്കുമായിരുന്നു. അതായത് തെറ്റുന്നത് എന്തുകൊണ്ടാണെന്നുള്ള എക്സ്പ്ലനേഷൻ വരെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു അല്ലെ? എന്നിട്ട് ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിട്ട് പല സമയങ്ങളിലും അവസാനം എല്ലാ ഇടയ്ക്ക് ആ ചാപ്റ്റേഴ്സ് ഒക്കെ എക്സാമിന് മുമ്പേ റിവൈസ് ഒന്നുകൂടെ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിന്റെ ഒരുപാട് ഫെസിലിറ്റീസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബെർലിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ഇ ലേണിംഗ് ആപ്പ് ഉണ്ട്. ഇതൊക്കെ മോൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ 710 എന്ന് പറയുന്ന സ്കോർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോന് അത്തരത്തിലുള്ള ചില ഫെസിലിറ്റി ഇതൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബെർലിന്റെ ഇ ലേണിംഗ് ആപ്പിൽ കയറി കഴിഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് വേണ്ട ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ്, ലൈവായിട്ട് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനുള്ള പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് ലെക്ചർ വീഡിയോസ്, പല ആവർത്തി വേണമെങ്കിലും നമുക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബെർലിൻ സ്റ്റഡി സെന്റർ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റൊരു കാരണം ബെർലിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫെസിലിറ്റീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം റിസൾട്ടുകൾ ബെർലിന്റെ വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. 710 എന്ന് പറയുന്ന സ്കോർ ഏബലിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏബൽ ബ്രില്യന്റ് പറഞ്ഞ അല്ലെങ്കിൽ ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികളിലൂടെ ഫോളോ ചെയ്തത് കൂടിയാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ മോനോട് ചോദിക്കുന്നത്, അപ്പൊ മോനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയാം ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഫെസിലിറ്റീസ്? മോസ്റ്റ്ലി ഈ എക്സാംസ് ആയിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ. ബ്രില്യന്റിന്റെ അത് ഈ നീറ്റ് എഴുതുന്നത് എങ്ങനെയാ പഠിക്കേണ്ടത് അതിലെല്ലാം മനസ്സിലാക്കാനായിട്ട് തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സിനോട്ട് വർക്ക് ബുക്ക് എല്ലാം അതിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എപ്പോഴും ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം എന്ത് ഡൗട്ട് വന്നാലും അവരോട് ചോദിക്കായിരുന്നു. അതും വളരെ ഹെൽപ്ഫുൾ. ഈ ബ്രില്യന്റിന് ഈ ലേണിംഗ് ആപ്പ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഇടയ്ക്കാണെങ്കിൽ ഒക്കെ പനിയപ്പോ ആബ്സെന്റ് ഒക്കെ കുറച്ച് പ്രോസസ് ആയിരുന്നു. ഇടയ്ക്ക് കാര്യം ഫ്രാക്ചർ ആയിരുന്നു അതുകൊണ്ട് ആ സമയത്തൊക്കെ ഈ ലേണിംഗ് ആപ്പിലെ നോട്ട്സും ക്ലാസ്സസും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് വീട്ടിലിരുന്ന് ലെക്ചർ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ വർക്ക് ബുക്കും ക്ലാസ് നോട്ടും എല്ലാം അതിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഏബൽ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഡോക്ടർ ഏബൽ ബിജു എന്നാണ് അല്ലെ? തീർച്ചയായിട്ടും. അപ്പം ഡോക്ടർ ആവാൻ മോൻ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ മനസ്സിലിപ്പോ എയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് കിട്ടുവാണെങ്കിൽ അവിടെ പഠിക്കാനായിരുന്നു താല്പര്യം. ഓക്കെ, ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് ചെല്ലുമ്പോൾ മോനെ പോലെ തന്നെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് അവിടെ എത്തി നിൽക്കുന്ന ഒരുപാട് ബ്രില്യന്റിയൻസ് ഉണ്ട് അല്ലെ? ഞങ്ങള് ജിപ്മർ പോണ്ടിച്ചേരിയിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള മലയാളികളിൽ 90% ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. അവർ ഏറെ അഭിമാനത്തോടെ വരുന്നൊരു കാഴ്ച, അത് വാക്കുകൾക്ക് അതീതമാണ്. മോനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മോന്റെ പേരൻസും ഡോക്ടേഴ്സ് ആണ് അല്ലെ? അവരൊരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ പഠിക്കാൻ വേണ്ടി. ഓക്കെ, അതായത് ഡോക്ടർ ആവണമെന്ന് മോനെ ഏറ്റവും കൂടുതൽ മോനെ ഇൻസ്പയർ ചെയ്തത് പേരൻസ്. 710 സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. വലിയൊരു സ്കോറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്രീനന്ദ് ഷാർമിൽ, അതായത് ഓൾ ഇന്ത്യ റാങ്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ 720 എന്ന് പറയുന്ന സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയും ഓനുമൊക്കെ ഒരുമിച്ചാണ് അല്ലെ? ഒരു സ്കൂളായിരുന്നു, നിങ്ങൾ ഒരുമിച്ചായിരുന്നു, ബ്രില്യന്റിന്റെ ഭാഗമായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മോനെ വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ബ്രില്യന്റിന് ഇതിനു മുൻപും നിരവധി 1ാം റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ മുഹമ്മദ് മുനവിയർ, അതുപോലെ തന്നെ ജെയ്ബൻ ജോർജ്, ഇവരൊക്കെ ഇതിന് മുന്നിൽ ഇതുപോലെ തന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ്. ഈ വർഷം ശ്രീനന്ദ് ശർമിൽ. അപ്പോൾ ഒപ്പം നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങളും. 710 സ്കോർ കരസ്ഥമാക്കി രാജ്യാന്തര തലത്തിൽ ബ്രില്യന്റിനെ എത്തിച്ചതിൽ വലിയൊരു പങ്ക്
ഉണ്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് 710 എന്ന് പറയുന്ന സ്കോറും പേരൻസിനോടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ആൻസർ കീ വരുന്നവരെ ഞാൻ നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. എക്സാം കഴിയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് എത്ര മാർക്കായിരിക്കും. പിന്നെ ആൻസർ കീ നോക്കി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. ഓക്കെ, ആ ടെൻഷനൊക്കെ മൊത്തത്തിൽ മാറി അല്ലെ, ആ പേടിയൊക്കെ കംപ്ലീറ്റ്ലി മാറി, ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു സീനാണ്. പേരൻസ് ഒക്കെ എന്ത് പറഞ്ഞു? പാരന്റ്സും വളരെ ഹാപ്പി ആയിരുന്നു. അവരും ഒരുപാട് ഹാപ്പി, കാരണം 710 എന്ന് പറയുന്ന ഒരു സ്കോർ കരസ്ഥമാക്കുക അല്ലെ. 710 എന്ന് പറയുന്നത് വലിയൊരു സ്കോറാണ്, വലിയൊരു നേട്ടമാണ്. ഇപ്പൊ തീർച്ചയായിട്ടും 720 നേടിയ ശ്രീനന്ദ് ശർമ്മിലും മോനുമൊക്കെ ഒരു സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചാണ് +1 +2 ബെർലിനിന്റെ ഭാഗമായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ശ്രീനന്ദ് 720 കരസ്ഥമാക്കുന്നു. അതേ സ്കൂളിലെ ശ്രീനന്ദിന്റെ ഒപ്പം പഠിച്ച മോൻ 710 കരസ്ഥമാക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിരവധി വിദ്യാർത്ഥികൾ 700 മുകളിൽ കരസ്ഥമാക്കിയത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി കേരളം എത്തുകയും കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ എക്സാം എഴുതിയ നമ്മുടെ എബലിനെ പോലുള്ള മിടുക്കരായ വിദ്യാർത്ഥികളൊക്കെ കാരണം ബെർലിൻ സ്റ്റഡി സെന്റർ അതിൽ ആ ഒരു വിജയ ശതമാനം സൃഷ്ടിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തുകയും ചെയ്തു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ബെർലിനിൽ ഇതുപോലെ 1ാം റാങ്കുകളുണ്ട്. ഓൾ ഇന്ത്യ തലത്തിലും ബെർലിന്റെ 1ാം റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 960 മാർക്ക് വാങ്ങിയ നമ്മുടെ മുഹമ്മദ് മുനവീർ, അതുപോലെ തന്നെ എയിംസ് എൻട്രൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 1ാം സ്ഥാനത്തെത്തിയ ജയ്ബൻ ജോർജ്, നമ്മുടെ ശ്രീനന്ദ് ശർമ്മിലും ഓൾ ഇന്ത്യ റാങ്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇവരെ പോലൊക്കെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ തന്നെ എത്തി നിൽക്കുന്നവരാണ്. 710 നേടിയ മിടുക്കരായ ടോപ്പേഴ്സ് ആയിട്ടുള്ള, രാജ്യത്തിലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. തീർച്ചയായിട്ടും 710 എന്ന് പറയുന്ന സ്കോർ ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നു? ഇല്ലായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്നും കെമിസ്ട്രിയിലൊക്കെ ഉറപ്പില്ലായിരുന്നു. പിന്നെ ഫിസിക്സ് ഒരെണ്ണം തെറ്റിയെന്ന് അറിയായിരുന്നു, അതുകൊണ്ട് പിന്നെ ടെൻഷനായിരുന്നു. പക്ഷെ ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആശ്വാസമായത്. അപ്പൊ ബ്രില്യന്റിന്റെ ആൻസർ കീ ആണോ ആദ്യം ചെക്ക് ചെയ്തത്? എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പം ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ സ്കോർ 750 അല്ലെ? യെസ്. അത് കഴിഞ്ഞും നമ്മുടെ ഇന്ത്യ അപ്രൂവ് ചെയ്തൊരു കാര്യമുണ്ട്, പഴയ NCERT അല്ലെ, പുതിയ NCERT. ഈ ആ ഒരു 2 ചോദ്യങ്ങളും ശരിയാണെന്നുള്ള രീതിയിൽ വന്നു. അപ്പോഴും 750ലായിരുന്നു. ഈ ഒരു ഫൈനലിലാണ് ഏതെങ്കിലും ഒരൊറ്റ ഉത്തരത്തിലേക്ക് നമ്മൾ ഷാർപ്പായിട്ട് എത്തണം എന്നുള്ളതാണ് വിധിയായിട്ട് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 710 എന്ന് പറയുന്ന ഒരു സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷെ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഒരു സ്കോർ തന്നെയാണ്, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നത് ജിപ്മർ പോണ്ടിച്ചേരിയിൽ തുടർ പഠനം MBBS പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ദൈവം സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉയർന്ന നല്ലൊരു സ്കോറും മേടിച്ച വിദ്യാർത്ഥി തന്നെയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. 700ന്റെ പട്ടികയിൽ നിരന്നു നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ബെർലിൻ സ്റ്റഡി സെന്റർ. അവരിൽ ഏറെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാം, ഏബൽ ബിജു പഠിച്ചത് ബെർലിൻ സ്റ്റഡി സെന്ററിലാണ്. ബെർലിൻ സ്റ്റഡി സെന്ററിൽ പഠിച്ചുകൊണ്ട് ഏബൽ ബിജു കരസ്ഥമാക്കിയത് 710 എന്ന് പറയുന്ന സ്കോറാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഏബൽ ബിജുവിന് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.